الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നും ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓതിവെച്ച വചനം വളരെ സുപരിചിതമായ ഒരു വചനമാണ്. സൂറത്തു സജദയിലെ വചനം. ഇന്ന് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് പോലും ഈ വചനം നമ്മൾ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ആഴ്ചയിൽ മഹ്ശറിൽ ഉണ്ടായിത്തീരുന്ന അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില രംഗങ്ങളെ സംബന്ധിച്ചു, പ്രത്യേകിച്ച് ഖേദം പ്രകടിപ്പിക്കുന്ന, ദുഃഖം പ്രകടിപ്പിക്കുന്ന, വിലപിക്കുന്ന രംഗങ്ങളെ സംബന്ധിച്ച് ചിലതൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന നിലയിൽ അവന്റെ ശാശ്വത ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ വളരെ കരുതലോടെ, ജാഗ്രതയോടെ അവൻ ജീവിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന രംഗങ്ങൾ വളരെ ഭയാനകമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പിടി വചനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വചനം തന്നെയാണ് സൂറത്തു സജദയിലെ ഈ വചനവും. ഉത്ബോധനങ്ങളും ഉണർത്തലുകളും മുന്നറിയിപ്പുകളും താക്കീതുകളും ഒന്നും ചെവിക്കൊള്ളാതെ എല്ലാറ്റിനെയും നിസ്സാരവൽക്കരിച്ചും പുച്ഛിച്ചു തള്ളിയും പരിഹസിച്ചും നിഷേധിച്ചും ജീവിച്ചു മരണാനന്തരം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ വിലപിക്കുന്ന, കുറ്റസമ്മതം നടത്തുന്ന
ഒരു വചനമാണിത്. വലൗ തറാ, നീ കണ്ടിരുന്നുവെങ്കിൽ, ഇതിൽ മുജ്രിമൂന, കുറ്റവാളികളായ ആളുകൾ, നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർ തലകുനിച്ച് നിൽക്കുന്നവരായ അവസ്ഥയിലായിരിക്കും. കുറ്റം സമ്മതിച്ച് എല്ലാം തകർന്ന് ഇനി ഒരു രക്ഷയുമില്ല എന്ന ആവശ്യം വരുമ്പോൾ ഖേദിച്ച് വിരല് കടിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി. ഇവിടെ എല്ലാ പ്രതീക്ഷയും മറ്റ്, ഇനി ഒരു നിർവാഹവുമില്ല മുന്നിൽ എന്ന് വരുമ്പോൾ പലപ്പോഴും പലരും ഉണർത്തിയ, ഓർമ്മിപ്പിച്ച, ഉത്ബോധിപ്പിച്ച, മാറി നിൽക്കാൻ മുന്നറിയിപ്പ് നൽകിയ അതേ കാര്യങ്ങൾ തന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാതെ പരിഹസിച്ച് തള്ളിക്കൊണ്ട് അവിടെ എത്തുമ്പോൾ തല കുനിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ഒരു കുറ്റസമ്മതമാണ്. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇതാണ് ആ കുറ്റസമ്മതം. ഞങ്ങളുടെ നാഥ, അബ്സർനാ, ഞങ്ങൾ ശരിക്കും ഇപ്പോ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. വസമിഅനാ, ശരിക്കും ഞങ്ങൾ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു മാർഗമേ ഉള്ളൂ. ഫർജിഅനാ, ഞങ്ങൾ ഇവിടെ നിന്നും മടക്കി വിടുക, തിരിച്ചയക്കുക. എന്നാൽ നഅമൽ സാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാം. ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ മുഴുവൻ. ഇത് ഈ നശ്വരമായ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു രംഗം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും, പറഞ്ഞിട്ടുണ്ടാകും. പറഞ്ഞവനോട് പുച്ഛവും ഓർമ്മിപ്പിച്ചവനോട് പരിഹാസവും ഒക്കെയായി ജീവിച്ച് ആ രംഗം നേർക്ക് നേരെ ഒരു മറയില്ലാത്ത നിലയിൽ കണ്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ കണ്ട് കേട്ട് ശരിക്കും ഇപ്പം മനസ്സിലായി, ഇനി ഒന്ന് മടക്കിത്താ, ഞങ്ങളേറ്റു, ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരലോക ജീവിതത്തിലുള്ള നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഖുർആൻ എന്ത് പറഞ്ഞു തന്നോ, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിശദീകരിച്ചു തന്നോ, അതല്ലാതെ വേറൊന്നും നമുക്ക് നമ്പാനില്ല എന്നുള്ളത് വളരെ ബോധപൂർവം നാം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നടന്നിരിക്കും ഈ പറഞ്ഞത്, ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും കാണാനുള്ള കണ്ണുണ്ട്, എന്തെങ്കിലും ശ്രവിക്കാനുള്ള അവയവങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹൃദയങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യന് ഇതൊക്കെ നൽകിയിരിക്കുന്നത് ബാക്കിയുള്ളവയ്ക്ക് നൽകിയതുപോലെയല്ല. ഒരു പശുവിനെയോ ഒരു ഇഴജന്തുവിനെയോ ഒരു പറവയെയോ വിളിച്ചു നിർത്തിക്കൊണ്ട് ഒരിക്കലും അള്ളാഹു ചോദിക്കില്ല, നിന്റെ കണ്ണെന്തിന് നീ വിനിയോഗിച്ചു, നിന്റെ കാതെന്തിന് വിനിയോഗിച്ചു, നിന്റെ ഹൃദയം എന്തിന് വിനിയോഗിച്ചു എന്ന് ചോദിക്കില്ല. അതേസമയം തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ബുദ്ധി, ചിന്താശക്തി, വിവേചന കഴിവ്, അത് യഥാവിധി വിനിയോഗിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നാൽ കണ്ടതിന്റെ ഒക്കെ പിന്നാലെ പരക്കം പാഞ്ഞ് എന്ത് സംഭവിച്ചാലും ലോകത്തെന്ത് പുതുതായി ഉണ്ടായാലും അതെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത് സത്യമാണോ, ധർമ്മമാണോ, നീതിയാണോ, ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ, മൂല്യങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതാണോ, ഇതൊന്നുമില്ല. വാരിപ്പുണർന്ന് അത് അരുത് എന്ന് പറയുന്നവരെ ഉച്ചഭാവത്തിൽ കണ്ടുപോവുകയാണ്. അങ്ങനെ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാരായിരുന്നാലും അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെ അറിവില്ലാത്തതിന്റെ പിന്നാലെ പായരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണിനെ കുറിച്ച്, കാതിനെ കുറിച്ച്, ഹൃദയത്തെ കുറിച്ച്, ചിന്തയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത് എന്നാണ് വളരെ മുൻകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്തെത്തുന്ന നമ്മെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, അത് അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് അവന്റെ ജീവിതത്തിൽ വിശ്വാസ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ എന്ന് വേണ്ട എല്ലാ രംഗത്തും അത് നിലനിർത്താൻ അവൻ തയ്യാറാണ് എങ്കിൽ വഴിവഴിച്ചു പോകുന്ന പ്രശ്നമേയില്ല. അവന് ഈ രൂപത്തിലുള്ള കുറ്റസമ്മതത്തിന്റെ അവസ്ഥ ഉണ്ടാവുകയുമില്ല. അതേതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ട് കാര്യം നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു, ആ രണ്ട് കാര്യം മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിപിഴയ്ക്കുന്ന പ്രശ്നമേയില്ല. അതേതാണ്? അള്ളാഹുവിന്റെ കിതാബ്, വിശുദ്ധ ഖുർആൻ, സുന്നത്തുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ പിഴയ്ക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയിട്ട് ഇത് രണ്ടും നമുക്ക് തിരിയൂല, ഇത് രണ്ടും നമുക്ക് മനസ്സിലാവൂല. മനസ്സിലാകാത്ത നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഇനി ഖുർആനും സുന്നത്തും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വന്നാലോ, ഒരു ഖുർആന്റെ ആള്, ഒരു സുന്നത്തിന്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ പോലും മടി കാണിക്കാത്ത അവസ്ഥാവിശേഷം. എന്തിനാണത്? താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ നിലനിർത്താനും വീണ്ടും വീണ്ടും അത് ചെയ്യുവാനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ആ വൃഥാവുള്ള ശ്രമം നടത്തുന്നത് എന്നുകൂടി ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു വചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, മയ്യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ വഅബ്ബു അലൈഹാ ബിന്നവാജിദ്. പ്രവാചകന്റെ നിർദ്ദേശമാണ്. എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കാണും. ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായ ഖുലഫാഉർ റാഷിദുകളുടെ, ആ സച്ചരിതരായ മുൻഗാമികളുടെ മാർഗവും മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കണം. വഅബ്ദു അലൈഹാ ബിന്നവാജിദ്, ഈ സുന്നത്ത് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു വിഷയം അതിന്റെ പ്രമാണം എന്താണെന്ന് ആദ്യം അന്വേഷിക്കുന്നത് രണ്ടിൽ നിന്നുമാണ്. ഇന്ന പ്രമാണം അനുസരിച്ച് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് നാം തിരിച്ചറിയുക. ഇതിനൊക്കെ എന്താണ് കാരണം? ഈ പറഞ്ഞ ഇത്തിബാഇന് പകരം ഇന്ന് സമൂഹത്തെ ആകമാനം ഗ്രസിച്ചിട്ടുള്ളത് തഖ്ലീദാണ്, അന്ധമായ അനുകരണം. എല്ലാ രംഗങ്ങളിലും അത് തന്നെയാണ്. നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വാഹനങ്ങളിൽ എന്ന് വേണ്ട പലതുമായി ബന്ധപ്പെട്ട് ഭൗതിക ജീവിത സാഹചര്യങ്ങളുമായി നോക്കുമ്പോൾ പോലും തഖ്ലീദ് നമ്മളെയെല്ലാം കൂട്ടിപ്പിടിച്ചിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ആ ഒരന്ധമായ അനുകരണം, വ്യക്തി ജീവിതത്തിൽ ഓരോ വ്യക്തികളെ അനുകരിക്കുക, അവരുടെ ഹെയർ സ്റ്റൈൽ അനുകരിക്കുക, അവരുടെ ഷർട്ട് അനുകരിക്കുക, അവരുടെ ആചാര രീതികൾ അനുകരിക്കുക. ഇത് തഖ്ലീദ് സമൂലം മനുഷ്യനെ ഗ്രസിച്ചിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ വിശ്വാസത്തിലും ആചാര അനുഷ്ഠാന കർമ്മങ്ങളിലും മതകാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിലും തഖ്ലീദിന് യാതൊരു സ്ഥാനവുമില്ല. തഖ്ലീദ് ഉണ്ടാകുന്നത് എപ്പോഴാ? ഒരു കാര്യത്തെ കുറിച്ച് അറിയാതെ വരുമ്പോൾ ആരെങ്കിലും പറയുന്നതോ കേൾക്കുന്നതോ അന്ധമായി അനുകരിക്കലാണ് തഖ്ലീദ് എന്ന് പറയുന്നത് മതത്തിൽ. അത് മതത്തിൽ അനുവദിച്ച ഒരു കാര്യമല്ല. ആ ഇത്തിബാഇന് പകരം തഖ്ലീദാണ് പ്രശ്നം. തെളിവന്വേഷിക്കുന്നില്ല, അതിന് പകരം ആരെങ്കിലും ചെയ്തതെന്തോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനേക്കാൾ ഉപരി കാക്കകാരണവന്മാരും വാപ്പ ഉപ്പാപ്പമാരും ചെയ്തതേ ചെയ്യൂ എന്നുള്ള പിടിവാശി. അതുകൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇങ്ങനെ ആളെ കൂട്ടാൻ കഴിയുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുഴുവൻ പ്രവാചകന്മാർക്കും അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു രംഗം വികലമായ ഈ കാഴ്ചപ്പാടുള്ളവരെ ആയിരുന്നു എന്ന് തിരിച്ചറിയണം നമ്മൾ. ഓരോ പ്രവാചകന്മാര് വന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹുവിന്റെ ദീൻ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർ ആ സത്യദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ അനുയായികൾ എല്ലാവരും ഒരേ ഭാഷയിൽ പറഞ്ഞ വാചകം,
ഇത് ഞങ്ങളുടെ പൂർവികന്മാരിൽ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന ആശയമാണ്. ഈ ആശയം പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, സൂറത്തുൽ സുഖ്റുഫിലെ 23-ാമത്തെ വചനത്തിൽ ഇക്കാര്യം അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. കദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ മിൻ നദീർ. ഇത്തരം കാര്യങ്ങളുമായി ഒരു നാട്ടിലേക്ക് ഒരു മുന്നറിയിപ്പുകാരനെ നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഖാല മുത്രഫൂഹ, അതിലെ സുഖലോലുപന്മാരായ, ത്യാഗത്തിനോ ബുദ്ധിമുട്ടിനോ പ്രയാസത്തിനോ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനോ ശബ്ദിക്കാനോ എഴുതാനോ ഒന്നും തയ്യാറാകാത്ത സുഖലോലുപരായി ജീവിച്ച ആളുകൾ, അവരുടെ മറുപടി ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മ, ഞങ്ങളുടെ പൂർവികന്മാരായ പിതാക്കന്മാരെ, കാക്കകാരണന്മാരെ ഞങ്ങൾ കണ്ടത് ഈ ഒരു മാർഗത്തിലാണ്. വഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ, ഞങ്ങൾ അവരുടെ പിന്നാലെ പോവുകയുള്ളൂ. ഖുർആൻ പറഞ്ഞതാ. ഈ ശബ്ദം തന്നെയല്ലേ ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ചു നോക്കുക. തന്നെയുമല്ല, സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ വചനത്തിൽ വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതെന്തോ അത് നിങ്ങൾ ഇത്തിബാഇ ചെയ്യുക, പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവികന്മാരെ ഞങ്ങൾ ഏതൊരവസ്ഥയിൽ കണ്ടോ അതേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, അവലൗ കാന ശൈത്താനു യദ്ഊഹും ഇലാ അദാബിസ് സഈർ, പിശാച് കത്തിക്കാളുന്ന ശിക്ഷയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെങ്കിൽ പോകുമോ നിങ്ങൾ പിന്നാലെ? ഖുർആന്റെ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം ഉണർത്തലുകൾ, ഇത്തരം ഉത്ബോധനങ്ങൾ, ഇത്തരം മുന്നറിയിപ്പുകൾ, ഇത്തരം താക്കീതുകൾ ഇതൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തോന്നിയ പോലെ ജീവിച്ച് പരലോകത്തെത്തുമ്പോൾ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് തിരുത്താൻ നേരമില്ല. അതാണ് ഇതിന്റെ ഗൗരവം എന്ന് നാം മനസ്സിലാക്കുക. വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ മാ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവികന്മാർ എന്ത് ചെയ്ത് ഞങ്ങൾ കണ്ടോ അതേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. അള്ളാഹു അവതരിപ്പിച്ചിലേക്ക് നിങ്ങൾ വരിക, പിൻപറ്റുക എന്നൊന്നും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. എന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, നിങ്ങൾ പറയുന്ന ഈ പൂർവികന്മാരില്ലേ, അവരൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ സന്മാർഗം സിദ്ധിക്കാതെ ചെയ്തതാണെങ്കിലും നിങ്ങൾ അതിന്റെ പിന്നാലെ പായുമോ? ചോദ്യം. ഉത്തരം കണ്ടെത്തുക. ഇത്തരം കാഴ്ചപ്പാടുള്ളവർ അത് കണ്ടെത്തിയേ പറ്റൂ. തന്നെയുമല്ല, പ്രവാചകന്മാർ മുഴുവനും അഭിമുഖീകരിച്ചത് ഇവരെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ മാതൃകയാണ്. നൂഹ് നബി മുതൽ ഇങ്ങോട്ട് എല്ലാവരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, മാ ഹാദിഹി തമാഥീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ പൂജിക്കുന്ന, നിങ്ങൾ ഭജനമിരിക്കുന്ന ഈ പ്രതിമകളുടെ അവസ്ഥ എന്താണ്? ഇത് ആര് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണ്? ഇത് ശരിയാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി വന്നു, ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, അതൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ പൂർവികന്മാർ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. അപ്പോഴാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, ലഖദ് കുൻതും വആബാഉകും ഫീ ളലാലിൻ കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ, നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും വ്യക്തമായ വഴികേടിലാണ് ട്ടോ, മാറിക്കോ ഇതിൽ നിന്ന് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്. അഭിമുഖീകരിച്ച രംഗം ഒന്ന് ആലോചിച്ച് നോക്കി, ചോദ്യവും ഉത്തരവും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇന്നാ റസൂലാ റബ്ബിക എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ആരുടെ മുമ്പില്? അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവന്റെ മുന്നിൽ, പറയിപ്പിക്കുന്നവന്റെ മുമ്പിൽ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് പറയിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അംഗീകരിപ്പിച്ച് പോകുന്ന ഒരുത്തന്റെ മുമ്പിൽ ചെന്നിട്ട് ഇന്നാ റസൂലാ റബ്ബിക്, ഞങ്ങൾ രണ്ടാളും, ഞാനും മൂസയും ഹാറൂനും, ഞങ്ങൾ രണ്ടാളും നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ്. നീ റബ്ബല്ലടാ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണെന്ന് പറഞ്ഞു. അപ്പോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാണ് റബ്ബ്? കൃത്യമായ മറുപടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ,
ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് ഓരോ വസ്തുവിനും അതിൻ്റെതായ സൃഷ്ടിപ്പ് നൽകുകയും അതിന് വേണ്ടതായ മാർഗം വഴി കാണിക്കുകയും സഹജബോധം നൽകുകയും ചെയ്തവനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനുള്ള വിഷമം കൊണ്ട് അടുത്ത ചോദ്യം വരുന്നത് എന്താണെന്നറിയോ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. മൂസ, നീ വന്ന് പറയുന്നതിന് മുമ്പ് കുറെ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, എന്താണ് അവരുടെ അവസ്ഥ? മൂസാ നബി മുട്ടുകുത്തി പോകുന്നതാണ് അയാൾ വിചാരിച്ചത്. മൂസാ നബി നല്ല സുന്ദരം മറുപടി പറഞ്ഞു. എന്താ മറുപടി? അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു രേഖയിലുണ്ടാകും. എന്റെ റബ്ബിന് പിഴവ് സംഭവിക്കൂല, എന്റെ റബ്ബ് മറക്കുകയുമില്ല എന്ന് മറുപടി കൊടുത്തത് സൂറത്തു താഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത് പറയുമ്പോൾ എന്നാ അവരൊക്കെ ചെയ്തത് നമ്മൾ ചെയ്ത് നരകത്തിൽ പോവുക, അവരും നമ്മളും ഒക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. സങ്കടമുണ്ട് ആ വാക്ക് കേൾക്കുമ്പോൾ. വിശുദ്ധ ഖുർആൻ അത്തരം കാഴ്ചപ്പാടുകളെ മുളയിലെ നുള്ളിയ ഒരു വചനമുണ്ട് സൂറത്തുൽ ബഖറയിൽ തന്നെ. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞു പോയ ഒരു ഉമ്മത്ത്, ഒരു തലമുറ, അത് പോയി, ഒരു സമൂഹം. ലഹാ മാ കസബത്ത്, അവരെന്തും ചെയ്തു പോയോ അത് അവർക്കുണ്ടാകും. വലക്കും മാ കസബത്തും, നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്കുണ്ടാകും. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവരെന്തേ അങ്ങനെ ചെയ്തതെന്ന് നിങ്ങളോട് ചോദിക്കൂല. പോരെ വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ഖുർആൻ എത്ര വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാലും കാരണം ഇത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അഭിമുഖീകരിക്കേണ്ടി വന്ന ജനത എന്ന് നാം തിരിച്ചറിയുക. അതിന്റെ ആവർത്തനമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കുക. ഒരു കാര്യം ഗ്രഹിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരാളും ഈ മഹ്ശറിൽ പരലോകത്ത് പാപഭാരം പേറാൻ അവിടെ വരില്ല. ഭർത്താവിന്റെ പാപം പേറാൻ ഭാര്യ വരില്ല, ഭാര്യയുടെ പേറാൻ ഭർത്താവ് തയ്യാറാവില്ല. സ്നേഹിച്ചു ഊട്ടി താലോട്ടിച്ച് വളർത്തിയ മക്കള് മാതാപിതാക്കളുടെ പാപം ഏറ്റെടുക്കൂല. ആ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയ മാതാപിതാക്കൾ ഏറ്റെടുക്കൂല. നേതാക്കന്മാർ അനുയായികളുടെ ഏറ്റെടുക്കൂല, അനുയായികൾ നേതാക്കന്മാരുടെയും ഏറ്റെടുക്കൂല. അവനവൻ എന്ത് ചെയ്തോ അതേ ഉണ്ടാവുകയുള്ളൂ. ആ ഉണ്ടാകുന്നത് കുറ്റമറ്റ അമലായി കരുതിയില്ലെങ്കിലാണ് ഈ കുറ്റസമ്മതവും ഈ വിലാപങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നത് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ ഈ ജീവിതത്തിൽ തന്നെ നമുക്കുണ്ടാകണം. മാറേണ്ടതെല്ലാം നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. സൂറത്ത് നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ കുറ്റം പേറൂല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്തോ അതേ അവനുണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. അവനവൻ എന്താണോ വേണ്ടത് അത് ചെയ്ത് കരുതി വെച്ച് അങ്ങോട്ട് പോവുക, അതിനുള്ള ശ്രമം നടത്തുക. അതാണ് ഉണ്ടാകേണ്ടത്. ഇല്ലെങ്കിൽ ഇത്തരം ഉത്ബോധനങ്ങളും അധ്യാപനങ്ങളും ഉൾക്കൊണ്ട് മാറ്റത്തിന് തയ്യാറാകാതെ വന്നാലാണ് കുറ്റസമ്മതം വരിക. ഒന്ന് രണ്ട് കുറ്റസമ്മത രംഗങ്ങളും കൂടെ അങ്ങോട്ട് പറയട്ടെ ഞാൻ ഖുർആനിൽ നിന്ന്. ഖാലു, ഇങ്ങനെ ജീവിച്ചു പോയവർ പറയും, റബ്ബനാ വലബത് അലൈനാ ശിഖ്വത്തുനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ പരാജയപ്പെടുത്തി. വകുന്നാ ഖൗമൻ ളാലിൻ, ഞങ്ങൾ അങ്ങനെ പിഴച്ചവരായിപ്പോയി. ഞങ്ങൾ ദൗർഭാഗ്യവാന്മാരായി, അതുകൊണ്ട് ഞങ്ങൾ പിഴച്ചവരായിപ്പോയി. അതുകൊണ്ട് റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്കാക്കിത്താ. വീണ്ടും ഞങ്ങൾ ആ തെറ്റുകളിലേക്ക് മടങ്ങിയാൽ ഞങ്ങൾ അക്രമകാരികൾ തന്നെയാണ്. വിലാപമാണോ കുറ്റസമ്മതമാണോ? എന്താണെന്ന് ആലോചിച്ചു. ഒന്നാന്തരം കുറ്റസമ്മതം. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, അതിൽ നിന്ദ്യരായി കിടന്നോ, വലാ തുകല്ലിമൂൻ, ഒരക്ഷരം എന്നോട് നിങ്ങൾ സംസാരിക്കരുത്. റഹ്മാനായ റബ്ബിന്റെ വാക്കുകളാണത്. റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിഞ്ഞ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന സമയം കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിഞ്ഞ, ആ റഹ്മത്ത് കൊണ്ട് ആവരണം ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു, ആ അള്ളാഹുവിന്റെ
ശക്തമായ താക്കീതാണ്. എന്തേ അതിന് കാരണം? ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅന്ത ഖൈറുർ റാഹിമീൻ. എന്റെ ദാസന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, സച്ചരിതരായ ആളുകൾ, അവർ പറയാറുണ്ടായിരുന്നു, റബ്ബനാ, ഞങ്ങളുടെ നാഥ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപം, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വർഹംനാ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, വഅന്ത ഖൈറുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് പ്രാർത്ഥിച്ച് ജീവിച്ച സച്ചരിതരായ എന്റെ ദാസന്മാർ ഒരു വിഭാഗമുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചും ആ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തും നല്ല നിലയിൽ ജീവിക്കണമെന്ന് ഉണർത്തിയും ഒക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നവർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഫത്തഖദ്തുമൂഹും സിഖ്രിയ, അവരെ പുച്ഛിച്ച് പരിഹസിച്ച് അവഹേളിച്ച് നിങ്ങൾ തള്ളിക്കളഞ്ഞു. ഒരു സുന്നത്തിന്റെ ആളോ ഒരു ഖുർആന്റെ ആള് വരുന്നു എന്നുള്ള ശൈലി, അല്ലെങ്കിൽ ദേ വരുന്നൊരു മതത്തിന്റെ ആള് എന്ന് പറയുന്ന ഒരു ശൈലി പുച്ഛിച്ച് തള്ളി നിങ്ങൾ, അവഹേളിച്ചു മാറ്റി നിങ്ങൾ. അതുകൊണ്ട് ഇനി ഹത്താ അൻസൗക്കും ദിക്രി, അവരെ പുച്ഛിക്കുന്നതിലും പരിഹസിക്കുന്നതിലും ഇകഴ്ത്തുന്നതിലും സമയം മുടക്കി എന്നെ പറ്റിയുള്ള ഓർമ്മ പോലും നിങ്ങൾക്ക് ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് എന്ത് വേണം? വകുന്തും മിൻഹും തദ്ഹഖൂൻ, നിങ്ങൾ അവരെ കുറിച്ച് ആർത്ത് അട്ടഹസിച്ച് ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഒന്ന് നമ്മളുടെയൊക്കെ ഇടയിലേക്ക് ചെറുതായിട്ടൊന്ന് മനസ്സൊന്ന് പായിച്ചു നോക്കും. ഖുർആൻ പറഞ്ഞത് അച്ചിട്ട പോലെ നടക്കുന്നില്ല എന്നുള്ളത്. വകുന്തും മിൻഹാ തദ്ഹഖൂൻ, എന്നിട്ട് പറയുകയാണ്, ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. നിങ്ങളുടെ ഈ പരിഹാസവും ഈ ഇകഴ്ത്തലും ഈ പുച്ഛിക്കലും ഒക്കെ കേട്ട് കേട്ട് ഒരുപാട് ക്ഷമിച്ചു അവർ. ആ ക്ഷമയ്ക്കിതാ പ്രതിഫലം ഞാൻ കൊടുക്കുന്നു. അവരാണ് സൗഭാഗ്യവാന്മാർ, അവരാണ് വിജയിച്ചവർ. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത് പറഞ്ഞ ഗണത്തിൽ പെടണോ അതല്ല ആദ്യം പറഞ്ഞ ഗണത്തിൽ പെടണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കെല്ലാവർക്കുമുണ്ട്. അതുപോലെ നേതാക്കന്മാർ ആരും അവിടെ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞു. ഒരു വചനവും കൂടി, സൂറത്ത് അഹ്സാബിലെ 66 മുതൽ 68 വരെയുള്ള വചനങ്ങൾ. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിൽ ഇങ്ങനെ മുഖം കുത്തി മറിയുകയാണ്. ആ സന്ദർഭത്തിൽ യഖൂലൂന, അവർ പറയും, യാ ലൈതനാ തഅന അല്ലാഹ വ തഅന റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അതല്ല ഇപ്പൊ ഈ പറയുന്നത്, അല്ലാഹുവിനെ അനുസരിക്ക്, റസൂലിനെ അനുസരിക്ക്. അതേ നമുക്ക് കരണീയമായിട്ടുള്ളൂ, രക്ഷയുടെ മാർഗം അതേ ഉള്ളൂ. ഇത് പറയുമ്പോഴൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇത് അവിടെ കിടന്ന് പറയുക. എന്നിട്ട് പറയുന്നു, വഖാലൂ, അവർ പറയുകയാണ്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചു പോയി, ഞങ്ങൾ ഞങ്ങളുടെ പ്രമുഖന്മാർ, വലിയ വലിയ ആളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ ശരിയായ മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? റബ്ബനാ ആതിഹിം ളഇഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ, ഞങ്ങളെ ഇക്കോലത്തിലാക്കി ഇവിടെ കൊണ്ടിടിച്ചതിന് കാരണക്കാരായ അവരെ എന്ത് വേണം? ആതിഹിം ളഇഫൈനി മിനൽ അദാബ്, 2 ഇരട്ടി ശിക്ഷ അവർക്ക് നീ കൊടുക്കുക. വൽഅൻഹും ലഅനൻ കബീറ, വലിയ ശാപം അവരെ നീ ശപിക്കുകയും ചെയ്യും. ഇങ്ങനെ കുറ്റസമ്മതം നടത്തി ആവലാതി പറയുന്ന സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നതായിട്ട് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്, ലികുല്ലിൻ ളഇഫുൻ, അത് സൂറത്ത് അഅറാഫിലാണ്. ലികുല്ലിൻ ളഇഫുൻ, അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ട് ഇരട്ടിയെന്ന്. അള്ളാഹുവിന്റെ മറുപടി, നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വല്ലാത്തൊരവസ്ഥയാണ് പ്രിയമുള്ളവർ. ഇതൊന്നും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും ഉൾക്കൊള്ളൂല, മനസ്സിലാവൂല, തിരിയൂല. അതൊക്കെ ഇനി എത്ര കാലം കഴിഞ്ഞ്, ഞാനിപ്പോ ജീവിച്ചു എനിക്ക് ഒരു 10-20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒരു 10-15-16 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി എത്ര കാലം കിടക്കണം? ഇല്ലിട്ടോ, അങ്ങനെ ഒരു ചിന്തക്ക് യാതൊരു സ്ഥാനവുമില്ല. മരണത്തിന് വയസ്സില്ല, മരണം പിടിച്ചോണ്ട് പോകുന്നതിന് വയസ്സില്ല. എല്ലാവരെയും പിടിച്ചോണ്ട് പോകും. നിൽക്കണ നിലയിൽ നിന്ന് വീണങ്ങോട്ട് പോകും. അപ്പോഴാണ് ഇതിന്റെയൊക്കെ ഗൗരവം നാം മനസ്സിലാക്കുക. ഇനി ഒന്നും കൂടി പറയുന്നുണ്ട്, ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും
ഞങ്ങളെ പിഴപ്പിച്ചവരാരാണോ അവരെ റബ്ബേ ഞങ്ങളെ നീ ഒന്ന് കാണിച്ചതാ. ഇതൊക്കെ ഖുർആനിലെ വചനങ്ങളാണ്. റബ്ബന അരിനല്ലദൈനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും ഞങ്ങളെ പിഴപ്പിച്ചവന്മാർ ആരാണോ അവരെ നേർക്ക് നേരെ ഒന്ന് കാണിച്ചതാ. എന്തിനാ? ഉമ്മം കൊടുക്കാനല്ല. പിന്നെയോ എന്താ പറയുന്നത്? ഏറ്റവും വലിയ നിന്ദ്യന്മാരും നീചന്മാരും അധമന്മാരുമായി തീരത്തക്ക വിധം ഞങ്ങളുടെ കാൽപാദങ്ങളുടെ അടിയിൽ വെച്ച് ഞങ്ങൾ അവരെ ഒന്ന് ചവിട്ടി മെതിക്കട്ടെ. നരകത്തിൽ വെച്ച് പറയുന്നതാണ്. ആ പിഴപ്പിച്ചവന്മാരൊന്നും കാണിച്ചു തരാൻ കാണിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാണിച്ചു കൊടുക്കൂ? ഇല്ലല്ലോ. കാണിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, തിരുത്തുക. ഇത്തരം വിലാപങ്ങളും കുറ്റസമ്മതങ്ങളും പരസ്പരം വഴിചാരലും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആ രൂപത്തിലുള്ള ജീവിതം ക്രമീകരിക്കുക, ചിട്ടപ്പെടുത്തുക. ഒരു നേതാവും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. ഒരു പണ്ഡിതനും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ബോധത്തോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഇത്തരം വിലാപങ്ങളും കുറ്റസമ്മതങ്ങളും വരാതെ പരലോകത്ത് സൗഭാഗ്യവന്മാരും സൗഭാഗ്യവതികളുമായി തീരാൻ ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുന്നതിനുമാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. സർവ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും പരിഹസിച്ചു തള്ളി വംശഹത്യ നടത്തി നിരപരാധികളായ പലസ്തീനികളെ ഉന്മൂലനം ചെയ്ത് നീങ്ങുന്ന നീക്കത്തിന് ഒരു പരിഹാരവും കാണാത്ത ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് നുറുങ്ങുകയാണ് നമ്മുടെയൊക്കെ മനസ്സ്, മനുഷ്യത്വമുള്ളവരുടെ മനസ്സ്. അല്ലാത്തവർ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും തെറി പറയാൻ, മാറ്റി നിർത്താൻ, ആഹ്വാനം ചെയ്യാനൊന്നും അവർക്ക് മടിയുണ്ടാവില്ല. തന്നെയുമല്ല, ഈ സ്ഥലത്തേക്ക് ആയുധങ്ങളുമായി പോകുവാൻ നിർദ്ദേശിച്ചിട്ട് ആ നിർദ്ദേശം പാലിക്കാത്ത ഭടന്മാരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ക്രൂരതയുടെ അങ്ങേയറ്റം. ഇനി ക്രൂരത എന്ന് പറഞ്ഞാൽ ക്രൂരത എന്നുള്ള വാക്ക് മതിയാവൂല. എന്താണ് ഫലസ്തീനികൾ ചെയ്ത തെറ്റ്? അവരൊരു തെറ്റ് ചെയ്തു. എന്താ തെറ്റ്? നാട് മുഴുവൻ അലഞ്ഞു നടന്ന് കയറിക്കിടക്കാൻ ഇടമില്ലാതെ എങ്ങോട്ട് പോകുമെന്ന് അന്താളിച്ചന്തം വിട്ടു പോന്ന ഒരു വിഭാഗം ജനതയെ, ജൂതന്മാരെ, നിങ്ങൾ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ് സ്ഥലം കൊടുത്തു. ഇതല്ലേ അവർ ചെയ്ത തെറ്റ്? എന്നിട്ട് ഇവർ ശക്തി പ്രാപിച്ച് ഇവരെ കുറേശ്ശെയായി അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി ഓരോ ഏരിയ കൈയടക്കി കുറെ കാലങ്ങളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തുടങ്ങിയ കാര്യം ഇപ്പോൾ ഏതാണ്ട് 23 മാസം മുമ്പ് തുടങ്ങിയ ഒരു യുദ്ധം, അത് 23 മാസമായി. അടുത്ത മാസമാകുമ്പം 2 വർഷം തികയും. ആ ഒരവസ്ഥയിലേക്ക് എത്തി. എന്തെല്ലാം ശ്രമങ്ങൾ ആരെല്ലാം നടത്തി. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല ഈ ഒരു ചിന്താഗതി. അതിന്റെ പിന്നിൽ സാമ്രാജ്യത്വം അടിയുറച്ചു നിൽക്കുകയും എല്ലാ പിന്തുണയും ചെയ്യുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സംഭവം. എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? ആ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ദ്വിരാഷ്ട്ര ഫോർമുല. ഫലസ്തീനും ഇസ്രായേലും എന്ന് പറയുന്നതാണ് വേണ്ടത് എന്ന് ഐക്യരാഷ്ട്രസഭ അത് വോട്ടിനിട്ട സന്ദർഭത്തിൽ 10 രാഷ്ട്രങ്ങൾ ഒഴികെ 142 രാഷ്ട്രങ്ങളും പിന്തുണച്ചു. പക്ഷേ ആ 142 രാഷ്ട്രത്തിന് ഒരു രാഷ്ട്രത്തിന്റെ വീറ്റോ പവർ വന്നപ്പോൾ തീർന്നു. അതല്ലേ ഇപ്പൊ കണ്ടത്, നമ്മൾ കേൾക്കുന്നത്, അതല്ലേ വായിക്കുന്നത്. കഴിഞ്ഞ ഈ ഒക്ടോബർ 2023 ഒക്ടോബർ
7-ന് ശേഷം അവിടെ നടന്ന കൊലപാതകങ്ങൾ ഏതാണ്ട് 65,141 പേർ, അതിൽ 21,000 കുഞ്ഞുങ്ങൾ. എന്ത് തെറ്റ് ചെയ്ത ഒറ്റകൾ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലേ, ഈ വാഹനത്തിൽ കുത്തി നിറച്ച ആ മക്കളെ എന്റെ മുമ്പിലിരുന്ന് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയണില്ല. ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ ഈ രംഗത്തിലെല്ലാം എല്ലാം മറന്ന് ഒന്നിക്കുകയും ഈ ഭീകരരാഷ്ട്രത്തെ, ഒരു ഒന്നാന്തരം ഭീകരരാഷ്ട്രമാണ് ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയാണ് അവിടുത്തെ ഭരണാധികാരി. ചോര കണ്ട് ദാഹം തീരാത്ത മനുഷ്യൻ. ജൂതന്മാരുടെ തനി സ്വഭാവം, ഫിറഔനെ പോലെ ലജ്ജിപ്പിക്കുന്ന നില. ഉള്ളവരെ കൊല്ലുക മാത്രമല്ല, ഇനി ഒരു തലമുറ അവിടെ ഉണ്ടായിക്കൂടാ എന്നുള്ള നിലയിൽ പൂർണ്ണമായും വംശഹത്യ നടത്തി പോകുന്ന സ്ഥിതിവിശേഷം. ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ആക്ഷനിലേക്ക് നീങ്ങേണ്ട സമയമായി കഴിഞ്ഞു. നീ വെറുതെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ചായ കുടിച്ച് പിരിച്ചിട്ട് കാര്യമില്ല. ഈ മനുഷ്യരെ രക്ഷിക്കണം. എന്തൊക്കെയാണ് അവരവിടെ, എത്രയോ അവിടെ തകർത്ത് കളഞ്ഞത്. 90% വീടുകൾ തകർത്തു, 94% ആശുപത്രികൾ തകർത്തു, 97% സ്കൂളുകൾ തകർത്തു. ഇതുപോലെ ഈ തോന്നിയാസം പോലെ ചെയ്യുന്ന ആൾക്കാരോട് എന്ത് നയത്തിലാണ് ഇനി പെരുമാറാൻ പോകുന്നത്? അവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ, നിർത്തേണ്ടവരോടൊപ്പം നിൽക്കാൻ, എന്നിട്ട് ആക്ഷനിലേക്ക് എത്താൻ അവർ തയ്യാറാകണം. അതുപോലെ തന്നെ UN ഇതിന്റെ മുന്നിൽ, പൊതുസഭ ഇതിൽ നിശ്ചയിച്ച കാര്യം എന്താണോ ആ രൂപത്തിൽ നടപ്പിൽ വരുത്തി ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. അതിന് ആരൊക്കെ വിഘാതമായി വരുന്നുവോ അവരോടുള്ള നിലപാട് എന്തായിരിക്കണമെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. അങ്ങനെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാനേ കഴിയൂ. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. അപ്പോഴും നമ്മൾ ചോദിക്കുക, എത്ര നാളായി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? അങ്ങനെ പറയരുത്, ചിന്തിക്കരുത്. നമ്മളോട് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഉത്തരം ചെയ്യുന്നതും അതിന് ഫലം കാണുന്നതും അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ടാകും. ചിലപ്പോ നമ്മൾ ആരും വിചാരിക്കുന്ന രൂപത്തിലാവൂല ആ പ്രാർത്ഥനയുടെ പ്രതിഫലനം. അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അവന്റെ തീരുമാനം നമുക്കറിയില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കൊക്കെ തന്നെ ഒരു ആശങ്ക. എത്രയായി നമ്മൾ ഇത് തുടങ്ങിയിട്ട്? ശരിയാണ്, കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പ്രാർത്ഥന അനുസ്യൂതമുണ്ടാകണം. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് പോലെ ആ പട്ടിണി കിടന്ന് മരിക്കുന്ന മക്കളെ കുറിച്ചുള്ള ഓർമ്മ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. കാരണം നമുക്കുണ്ട് കുഞ്ഞുങ്ങൾ, നമുക്കുമുണ്ട് കൊച്ചുമക്കൾ, നമുക്കുമുണ്ട് മക്കൾ, നമുക്കുണ്ട് വീട്, നമുക്കുണ്ട് ജോലി, നമുക്കുണ്ട് സമ്പത്ത്, എല്ലാം നമുക്കുണ്ട്. അപ്പൊ നമ്മളെ ആലോചിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും സദാ പ്രാർത്ഥിക്കണം. ഇപ്പോഴുള്ള പ്രാർത്ഥന മാത്രമല്ല ഞാൻ പറയണം. ഇന്ന് ഏതായിരുന്നാലും എല്ലാവരും പള്ളികളിൽ പ്രാർത്ഥിക്കാൻ അത്രമാത്രം ദുരവസ്ഥയിലേക്ക് അവരെത്തി. റബ്ബിന്റെ കൈയടത്തലല്ലാതെ, ഇടപെടലല്ലാതെ വേറൊന്നിനും പരിഹാരം കാണാൻ കഴിയില്ല. പരിശ്രമിക്കുന്നവർ പരിശ്രമിക്കട്ടെ. സമാധാനത്തിന് തുടങ്ങുന്നവരെ പോലും, ശ്രമിക്കുന്നവരെ പോലും കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം. വല്ലാത്ത അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യത, ക്രൂരത, മനുഷ്യത്വം മരവിച്ച മനസ്സുകൾ. അള്ളാഹു ഇതൊന്നും കാണാതിരിക്കില്ല. അള്ളാഹുവെ, ആ സഹോദരങ്ങൾക്ക് നീ എത്രയും വേഗം മോചനം നൽകണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങളെ നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. അവരെ മർദ്ദിതരാണ്, അവരെ നീ സഹായിക്കണേ റബ്ബേ. അവരുടെ അധിനിവേശം നടത്തി അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിക്കണേ തമ്പുരാനെ. അവരുടെ ഭിന്നിപ്പ് നീ രൂക്ഷമാക്കണമേ തമ്പുരാനെ. അവരുടെ ഐക്യത്തെ നീ ശിഥിലമാക്കണമേ തമ്പുരാനെ. അങ്ങനെ മനസ്സിൽ തട്ടി നല്ല പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നടക്കുന്ന എല്ലാ ശ്രമങ്ങളും വിജയത്തിലെത്തുവാനും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിച്ച് അതിന്റെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകാതെ അതിന്റെ പ്രതിഫലനം എന്താണോ അത് നടപ്പിലാക്കുവാനും അല്ലാഹു തുണയ്ക്കുമാറാകട്ടെ, തൗഫീഖ് ചെയ്യുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച പല മരണങ്ങൾ സംഭവിച്ചു. അതിലൊന്ന് നമ്മളുടെ ഒരു മൊയ്തീൻ കുഞ്ഞ് ഹാജി എന്ന് പറയുന്ന അദ്ദേഹം തേങ്ങാപട്ടണം സ്വദേശിയാണ്. പക്ഷേ എറണാകുളത്താണ് താമസിച്ചത്. പല സന്ദർഭങ്ങളിലും എൻ്റെ വീട്ടിൽ വരികയും ഒരുപാട് സമയം ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ട ദിവസം ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതൊരു വിഷമമാണ്. അദ്ദേഹത്തിന്റെ 2 മരുമക്കൾ നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾ തന്നെയാണ്. അദ്ദേഹവും ഈ പള്ളിയിൽ വരാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ വിധേയരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരായിരുന്നാലും അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു വെട്ടിക്കൊടുക്കുമാറാകട്ടെ. വേദനകൾ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞുമാറാകട്ടെ. എല്ലാ മുസീബത്തും ഫിത്നയും ശർറിൽ ഫസാദിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവ്വപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المسلمين في فلسطين يا ارحم الراحمين. اللهم ثبت اقدامهم يا رب العالمين. اللهم دمر اعداءك واعداء دينك واعداء أمة محمد صلى الله عليه وسلم يا أرحم الراحمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.